എന്താണ് ഗൈസ് ഇപ്പൊ നടക്കുന്നത്? എന്താണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കൊച്ചി കേരളത്തില് ശരിക്കും ഇവിടെ നിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒന്ന് എന്താടാ അന്ന് ചോദിച്ചാൽ പോലും ഇവിടെ കത്തിക്കയറ്റുന്ന പിള്ളേര് എന്താ അവസ്ഥയാണിത്? ഇന്നലെ രാത്രി കൊണ്ട് എന്താ പറയാ, ഞെട്ടിയിട്ടാണ് ഓരോ രാത്രിയും കിടന്ന് ഉറങ്ങണം. ശരിക്കും പറഞ്ഞാൽ അടുത്ത ദിവസം നമ്മളൊക്കെ എഴുന്നേക്കുമെന്ന് തന്നെ പേടിയാ. ഒരു സൈഡില് കൊല്ലാൻ നടക്കണം, ഒരു സൈഡില് തല്ലാൻ നടക്കണം, ഒരു സൈഡില് കഞ്ചാവ്, ഒരു സൈഡില് മദ്യം. എന്താണ് അവസ്ഥ ഇത്? ശരി പൊന്നോ, ഒരു രക്ഷയില്ലടാ. നിങ്ങളെല്ലാവരും ഇന്നലെ കണ്ടിട്ടുണ്ടാവും ഈ വാർത്ത. അതായത് 5 പേര് മരിച്ച്, ആറാമത്തെ ഒരു അമ്മ, ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള അമ്മനെ പോലും കഴുത്തിൽ ഷോൾട്ട് ഞെരിച്ചിട്ട് അവര് പറ്റാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കാൻ ഇപ്പൊ എന്തായാലും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്ന് 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 ഡെയിലി ന്യൂസ് ആയി തുടങ്ങി. ഈ കഴിഞ്ഞ 2025 പിറന്നതിന് ശേഷം ഇപ്പൊ എത്രാമത്തെ മാതാപിതാക്കളെ മരിക്കണം അറിയാം നിങ്ങൾക്ക്? ഇതിന്റെയൊക്കെ കാരണം എന്താ? ഇപ്പോഴത്തെ ഫിലിം അല്ലെങ്കിൽ ഡ്രഗ്സ് അല്ലെങ്കിൽ മൊത്തത്തിൽ സൊസൈറ്റി മാറിയിട്ടുണ്ട് ഇല്ലേ? പണ്ടത്തെ സിനിമകളാണ് ഇപ്പൊ വരുന്നത്. ഇനി പണ്ടത്തെ സിനിമകൾ തന്നെ വേണോന്ന് പറയാൻ പറ്റില്ല. സേതുമാധവനും കത്തിയെടുത്ത് കുത്തിയിട്ടുണ്ട്, അതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തത് സെയിം സംഭവം. കുറെ ആൾക്കാരെ കൊല്ലുന്നു, ചോരക്കയ്യുമായിട്ട് സ്റ്റേഷനിൽ പറഞ്ഞു സാർ ഞാൻ കൊന്നു. ഇതൊക്കെ തന്നെയാണ് സിനിമയിലും കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇപ്പോൾ വന്ന പിള്ളേര് പൊട്ടൻ ജനറേഷൻ എന്ന് വേണം പറയാൻ. ശരിക്കും മണ്ടൻ പൊട്ടൻ ജനറേഷൻ, ബോധമില്ലാത്ത ജനറേഷനാണ്. മൊബൈൽ ഫോൺ ഐഫോൺ മേടിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് പോയി തൂച്ചാണ് ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. സോ അതുപോലത്തെ പടങ്ങൾ കണ്ടിട്ട് പിള്ളേര് ഇവിടെ അനുകരിക്കണേ. ചുറ്റിയൊക്കെ അടിച്ചു കൊള്ളു, ബൈക്കിന്റെ ഷോക്ക് അപ്സർ ഊരിട്ട് ആ സ്റ്റീൽ വടിക്ക് അടിച്ചു കൊള്ളു. അത് ഒരുപാടൊന്നും അല്ല കൊല്ലണത്, 1 2 3. അല്ല ഇത് എന്താ ശരിക്കും എന്താ ഉദ്ദേശിക്കണത് നിങ്ങള്? ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കൊക്കെ എന്തെങ്കിലും എന്നോട് പറയുന്നതിന് നീയൊക്കെ ഒന്ന് കമന്റിൽ ഉണ്ടാക്കുക. കാരണം ശരിക്കും ഉള്ളിൽ കൊണ്ടിട്ട് തന്നെയാണ് ഞാനിപ്പോ ഇരുന്ന് പറഞ്ഞത്. ഞാൻ അടങ്ങുന്ന ഈ സൊസൈറ്റി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാരണം ആൽക്കഹോൾ തന്നെയാണ്. ബാക്കി എന്ത് സാധനം നമുക്ക് വേണ്ടാന്ന് വെക്കാം. അതായത് MDMA ആണെങ്കിലും കഞ്ചാവാണെങ്കിലും നമുക്ക് എവിടെ വെച്ചായാലും സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ അവർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. പക്ഷെ ആൽക്കഹോൾ നമുക്ക് ലീഗലി ആയതുകൊണ്ട് നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആകെ വില കൂട്ടി മാത്രം ഗവൺമെന്റ് കൺട്രോൾ ചെയ്യണ ഒരു കാരണമാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ വില കൂട്ടിയാൽ ആൾക്കാർ പിന്നെ അവിടെ നല്ല കൂടിയ സാധനം മേടിച്ച് അടിക്കണം, അല്ലാണ്ട് നടപടിയാവില്ല. സോ പറയുമ്പോ എല്ലാം ഡ്രഗ്സ് തന്നെയാണ് അല്ലെ? എത്ര കുടുംബങ്ങൾ നശിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കുറഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയിൽ. എത്ര മക്കള് ജയിലിൽ പോയിട്ടുണ്ട്, എത്ര മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ട്, എത്ര പാരന്റ്സ്. കഴിഞ്ഞ ഒരു വർഷം, ഈ കഴിഞ്ഞ 24 തൊട്ട് 25, ഇപ്പൊ 25 സ്റ്റാർട്ടിങ്ങിന് എത്ര മാതാപിതാക്കൾ മരിച്ചു. മക്കൾക്ക് അറിയില്ല. മക്കള് ചെയ്തിട്ട് അടുത്ത ദിവസം ചിരിച്ചോണ്ടിരിക്കണേ ഇങ്ങനെ പോലീസ് ജീപ്പിന്റെ അകത്ത് ഇരുന്നിട്ട് പിടിച്ചോണ്ട് പോകുമ്പോ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ എന്താ ചെയ്തത് ഇന്നലെ രാത്രി, ഞാൻ എന്താ വല്ല പാർട്ടിയാണെന്ന്, ഞാൻ വല്ല സിനിമ ആക്ടിങ് ആയിരുന്നോ ചെയ്തത്. ആ ഒരു മൈൻഡിലാണ് പിള്ളേരൊക്കെ കൊന്നിട്ട് ഇപ്പൊ കണ്ട. ഇപ്പൊ ഇവന്റെയൊക്കെ മുഖം തന്നെ കണ്ടപ്പോ 23 വയസ്സിനൊക്കെ എന്ത് പ്രായമുണ്ട്. ശരിക്കും പറഞ്ഞാ ശരിക്കും പിടിക്കേണ്ട കേസാണ്. ഇനിയുള്ള സ്കൂളിൽ നിന്ന് തുടങ്ങണം ശരിക്കും പറഞ്ഞ ബോധവൽക്കരണം. സ്കൂളിൽ നിന്ന് തുടങ്ങുന്ന ശരി ഈ മൊത്തത്തിൽ പഠിപ്പിക്കണത് തന്നെ മാറ്റണം. എന്റെ അഭിപ്രായത്തിൽ ഇതിങ്ങളെ നേരെ കൊണ്ടുപോകേണ്ടത് മറ്റേ RCCയിലും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലും അങ്ങനെയുള്ള സംഭവങ്ങളെ കൊണ്ടുപോയിട്ടാണ് ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടം വിട്ട് ക്ലാസ് എടുപ്പിക്കേണ്ടത്. എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിണിത ഫലങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറെ പാഠ്യപദ്ധതികൾ മാറണം. അല്ലാണ്ട് ഹിസ്റ്ററിയും കണ്ടവര് ചിരണ്ടി വെച്ചതും അവരുടെ ഹിസ്റ്ററിയും ഓട്ടോമൻ സാമ്രാജ്യം ഇതൊക്കെ എടുത്തിട്ട് തലകത്ത് കയറ്റി വെച്ചിട്ട് പിള്ളേർക്ക് മാനസികമായിട്ട് പിള്ളേർക്ക് വട്ടായി പോയിട്ടുണ്ടെന്ന് ചെറുപ്പത്തിൽ തന്നെ. അതൊക്കെ എല്ലാവരും കയറിയിട്ടായിരിക്കും പെരുപ്പ് വന്നിട്ട് ഈ സാധനമൊക്കെ വലിച്ചു കയറ്റിട്ട് ഓരോ കോപ്പറേറ്റീവാണ് ചൂടുന്നത്. എന്നാലും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റട്ടോ. എന്റെ സൈഡ് പറയാൻ പറ്റിയ ആൾക്കാരെ ഒന്ന് കമന്റ് ചെയ്യും. ഇവനിപ്പോ മൊഴി കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോ തന്നെ അതിൽ പല പല രീതിയിലാണ് പറഞ്ഞത്. അതായത് അവന്റെ എന്ത് സാധനം വലിച്ചു കയറ്റിയേക്കണെന്നുള്ള കിക്ക് പോലും പുള്ളിക്കാരന് വിട്ടിട്ടില്ല. അതായത് ആദ്യം പറഞ്ഞ 75 ലക്ഷത്തിന്റെ കടമുണ്ട്, പിന്നെ പറഞ്ഞത് ഫാമിലി ഇഷ്യൂ ആണ്, പിന്നെ പറഞ്ഞ ഗോൾഡ് കൊടുക്കാതെ നമ്മുടെ മാല കൊടുക്കാത്തതിന്റെയാണ് പ്രശ്നം അവന്റെ കടം തീർക്കാനായിട്ട്, പിന്നെ പറയണത് അവന്റെ കല്യാണം നടത്തി കൊടുക്കാത്തതിന്റെ പ്രശ്നമാണ്. അങ്ങനെ പല പലവിധ ഐറ്റംസ് ആണ് മച്ചാൻ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പൊ ഊഹിക്കാന്നുള്ളൂ ഈ സംതിങ് ഡിഫറെന്റ്, വേറെ ഏതൊരു ലോകത്താണ്. അതൊന്ന് വിട്ട് 2 ദിവസം കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ സത്യാവസ്ഥ എന്തായിരുന്നുള്ളത്. പിന്നെ പറയണത് 75 ലക്ഷത്തിന്റെ കട ഉണ്ടായിരുന്നു, അതൊന്നും തകർത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാരും ചേർന്ന് ആത്മഹത്യക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുന്നു. ആ പ്ലാനില് ചിലപ്പോ പാളിപ്പോയാല് ആരെങ്കിലൊക്കെ ജീവിച്ചിരുന്നാൽ അവരൊറ്റക്കായി പോകുമല്ലോ, അതുകൊണ്ടിട്ട് ഞാൻ കൊന്നേക്കാന്നുള്ള രീതിയിൽ അവൻ തന്നെ പോയിട്ട് ചുറ്റിയ മേടിച്ചോണ്ട് വന്നിട്ട് വെഞ്ഞാറമൂട് ഇവിടെ പോയി ചുറ്റിയെന്ന് വാങ്ങിയിട്ട് വന്നിട്ട് എല്ലാത്തിന്റെയും തലടിച്ച് പൊളിച്ച് കത്തി കുത്തി കയറ്റി എന്നൊക്കെയാണ് പറയണത്. അത് അവൻ തന്നെ പറഞ്ഞാണ്. ഇതാണ് സത്യാവസ്ഥ എന്നുള്ളത്.
പുറത്ത് വരണം. അത് 2 ദിവസം കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. പിന്നെ വാർത്തക്കാർ പലതും പല രീതിയിൽ വളച്ചൊടിച്ചൊക്കെ ഇപ്പൊ അതിന്റെ ഇടയിൽ കൂടി മഞ്ഞപ്പത്രക്കാർ കുറെ മഞ്ഞ മീഡിയക്കാരെന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് അടിച്ചിറക്കുന്നുണ്ട്. സോ സ്വന്തം അനിയൻ 13-14 വയസ്സുള്ള അനിയനെ വരെ കൊള്ളുന്നുള്ള ആ ഒരു മെന്റാലിറ്റി ഉണ്ട്. സോ ബാഡ്. ഇപ്പൊ എന്താ പറയാനുള്ളത്, ഞാനടങ്ങുന്ന നിങ്ങളടങ്ങുന്ന നല്ലവരായ സമൂഹം ഉണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ അനിയന്മാരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അനിയന്മാരെ ഇടക്കൊക്കെ ഒന്ന് മെഡിക്കൽ കോളേജിലോ RCCയിലൊക്കെ എവിടെയെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ നിർബന്ധിച്ചൊന്ന് പിടിച്ച് കൊണ്ടുപോകുക. ചെറുപ്രായത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക. ഈ മറവി എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉള്ളതാണ്. ഇത് 1 വട്ടം കൊണ്ടായാലും 2 വട്ടം കൊണ്ടായാലും ഒന്നും പഠിക്കൊന്നുമില്ല. ഇപ്പൊ ഒരുത്തൻ ആക്സിഡന്റ് ആയാലൊന്നും അടുത്ത വീഴ്ചയിലൊന്നും നിർത്തൂല. അതേപോലെ കുറച്ച് നാള് നമ്മളായിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതിനെയൊക്കെ ഒന്ന് ടോൺ ചെയ്തെടുത്താല് രക്ഷയുള്ളൂ. ഇനിയുള്ള സമൂഹം എന്ന് പറയുന്നത് നശിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിന്റെ കത്തി കയറുമ്പോഴും നമുക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. നമ്മുടെ മക്കള് നമ്മളെ കൊല്ലോ ഇല്ലോ അങ്ങനെയൊന്നും നമുക്കൊന്നും പറയാനില്ല. എന്താണ് ഇതുങ്ങളൊക്കെ വളർന്ന് വരുമ്പോ എങ്ങനെ ആവണം എന്നുള്ളത് നമ്മൾ എല്ലാം ഡിപ്പെൻഡഡ് ആണ്. നമ്മുടെ സമൂഹം മൊത്തം ഡിപ്പെൻഡഡ് ആണ്. നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന എല്ലാം ഇതുങ്ങളുടെ തലയിൽ കയറുന്നുണ്ട്. സോ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചും കണ്ടും പിള്ളേരോടൊക്കെ സ്നേഹത്തോടെ പെരുമാറുക. പറ്റുന്നുണ്ടെങ്കിൽ അവരെ വെറുപ്പിക്കാതിരിക്കുക ഒരിക്കലും.